എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ മണപ്പിക്കണം. അപ്പോൾ ചേട്ടൻ പറയും എൻ്റെ മൂക്കടഞ്ഞിരിക്കാന്ന്. ആശമ പറഞ്ഞ് ഞാൻ മന്തിയാ കഴിച്ചെന്ന്. എന്നാൽ പിന്നെ ഏറ്റവും വീട്ടിൽ അവനെയും ഞാൻ മണപ്പിച്ചു. ശരിക്കും എന്താ കഴിച്ചെന്ന് പറയട്ടെ. ഈ പോക്ക് പനമ്പള്ളി നഗറിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ബിരിയാണിയുടെ വീഡിയോസ് കണ്ടത്. അപ്പോൾ പിന്നെ കഴിക്കാൻ ഭയങ്കര പൂതിയായി. ചെപ്പി നല്ല ബെസ്റ്റ് സ്പോട്ട് തന്നെ പറഞ്ഞു തന്നു. പോണ വഴിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അതും കഴിച്ചുകൊണ്ടാട്ടോ പോണത്. നമ്മളെന്തായാലും അവിടെ ഇരുന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പരീക്ഷണാർത്ഥം 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 കുട്ടൻ ബിരിയാണി, അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, എല്ലായിടത്തെയും പോലെ തന്നെ. ആ വീഡിയോയിലുണ്ടായിരുന്ന ഹൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് 2 മാത്രം വാങ്ങിച്ചത്. പല തവണ എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഞാൻ പോകുമ്പോഴേക്കും എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഉള്ളൂ, അത്ര വലിയ സാധനങ്ങൾ കിട്ടാറുണ്ടായില്ല. പക്ഷെ ഈ പ്രാവശ്യം എൻ്റെ മോനെ സൂപ്പർ. അത് ഞാൻ എൻ്റെ പൊന്നപ്പനാണ്ട് വായിൽ വെച്ച് കൊടുത്തത്. പൊന്നപ്പനാണ് എൻ്റെ ടെസ്റ്റർ. കയ്യിലുണ്ടായിരുന്ന ലോലിപ്പോപ്പ് കൂടി അമ്മച്ചേക്ക് കൊടുത്തിട്ടാണ്ടാ ബിരിയാണി കഴിക്കാൻ നിൽക്കണത്. അതേ എൻ്റെ അമ്മച്ചിക്ക് കൊടുത്തിട്ട ബിരിയാണി ഞാനിങ്ങനെ ഇവർക്ക് വായ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ ഞെരടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ സംഭവം ഇത് സെറ്റ് ആണെന്നിട്ടാ. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പീസും കൈമ റൈസ് പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഈ വീഡിയോ എടുക്കുമ്പോൾ 2 ആൾക്കാരെ നോക്കി കൊതി വിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കഴിച്ചു തുടങ്ങാൻ പാടുള്ളൂ എന്ന്. കുട്ടൻ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി, നല്ല ടേസ്റ്റ്, സ്മെല്ല് പോലെ സൂപ്പർ ടേസ്റ്റ്. അധികം മസാല എരിവോ ഒന്നുമില്ല, എന്നാലും എന്തൊരു ടേസ്റ്റ് എന്നറിയോ. ഞാനിപ്പോൾ ഈ അടുത്ത് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് തന്നെ പറയാം. അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു. എൻ്റെ അമ്മേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ വരണം നോക്കിക്കേ. ഇപ്പോൾ നീ കുഞ്ഞിക്കയില്ലേ, ആ കുഞ്ഞിക്കയുടെ ഫേവറേറ്റ് ആണ് ബിരിയാണിയും ബീഫും ചിക്കനും ഒക്കെ. എന്തായാലും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കുട്ടൻ ബിരിയാണി കഴിക്കാനായിട്ട് ചെല്ലാൻ പനമ്പള്ളി നഗർ വരെ വന്നത് നഷ്ടമായില്ല കേട്ടോ. അടിപൊളി മസ്റ്റർ ഐറ്റം. അറിയാം എങ്ങനെ പറയുള്ളൂ. മതിയാ.